ആമേ. യിരെമ്യാ പ്രവചനം 11-ാം അധ്യായം 3-ാം വാക്യം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ ആരാ? ശപിക്കപ്പെട്ടവൻ. അപ്പൊ ആ ശാപം മാറിയില്ലേ? വിഗ്രഹാരാധനയിൽ നിന്ന് നമ്മൾ മാറിയപ്പോൾ ആ ശാപം എന്ത് ചെയ്തു? മാറി. 6-ാം വാക്യമായിരുന്നു. ആമേ. യിരെമ്യാവിനോട് അപ്പോൾ യഹോവ അരുളി ചെയ്തു, എന്ത്? നീ യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ വീഥികളിലും ഈ വചനങ്ങളൊക്കെ വിളിച്ചു പറക. എന്ത്? വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന്, ഈ പാരമ്പര്യം ശരിയല്ലെന്ന് നീ എന്ത് ചെയ്യണം? വിളിച്ചു പറ. ഈ സത്യം അറിയുന്ന നീ വിളിച്ചു പറ. വിഗ്രഹാരാധന തെറ്റാണ്, ഇത് കല്ലാണ്. നിങ്ങൾ തിരികത്തിക്കുന്ന മറിയത്തിന്റെ രൂപം സിമന്റാണ്, കല്ലാണ്. നിങ്ങൾ തിരികത്തിക്കുന്ന പുണ്യവാളൻ കല്ലാണ്, ഇരുമ്പാണ്, ചെമ്പാണ്. നിങ്ങൾ പ്രദക്ഷിണത്തിന് എടുത്തുകൊണ്ട് നടക്കുന്ന ഈ വിഗ്രഹങ്ങളെല്ലാം എന്താണ്? കല്ലാണ് എന്ന് നിങ്ങൾ പറ. സ്തോത്രം. എന്നാണ് ദൈവം പറയുന്നത്? ആരോടാണ് പറയാൻ പറയുന്നത്? നമ്മളോടാ ഇത് പറയാൻ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം. ധൈര്യമുള്ളവൻ പറയും. സ്തോത്രം. ധൈര്യമുള്ള യഹൂദ ബാലന്മാരുണ്ടായിരുന്നല്ലോ, അല്ലേ? അക്കാലത്ത് മരണം മുന്നിൽ വന്നിട്ട് അവർ പറഞ്ഞല്ലോ, രാജാവേ, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും വിടിവിച്ചില്ലേലും നീ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? നമസ്കരിക്കത്തില്ല. ഞങ്ങൾക്കൊരു പ്രമാണമുള്ളവരാ. ദൈവവൈദ്യരെ, നിനക്കൊരു പ്രമാണമുണ്ട്. നിന്റെ ദൈവം സത്യദൈവമാണ്, വിഗ്രഹത്തിലല്ല നിന്റെ ദൈവം ഇരിക്കുന്നത്. ആമേ. 9-ാം വാക്യം ഒന്ന് വായിച്ച്. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തത്, യഹൂദ പുരുഷന്മാരുടെ ഇടയിലും യെരൂശലേം നിവാസികളുടെ ഇടയിലും ഒരു കൂട്ടുകെട്ട് കണ്ട്. ആര്? ദൈവം. എന്ത്? ജാതികളുമായി ഇടകലർന്നു ഒരു കൂട്ടുകെട്ട്. ജാതികൾക്ക് എന്തുണ്ട്? കൊടിമരമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറഞ്ഞുകൂടാ, നമുക്കും ഒരു കൊടിമരം വേണം. ജാതികൾക്ക് എന്തുണ്ട്? അവരുടെ ഉത്സവം വരുമ്പോൾ കൊടികേറ്റും. നമ്മളും കുറഞ്ഞുകൂടാ, അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? പെരുന്നാൾ വരുമ്പോൾ കൊടികേറ്റണം. ജാതികൾക്ക് എന്തുണ്ട്? വെടിയുണ്ട്. പിന്നെന്തുണ്ട്? വെടിക്കെട്ടുണ്ട്. ജാതികൾക്ക് എന്തുണ്ട്? വെടിക്കെട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും കുറയണ്ട, നമുക്കും വെടിക്കെട്ടുണ്ടാക്കാം. ജാതികൾക്ക് എന്തുണ്ട്? ചെണ്ടയുണ്ട്, മേളമുണ്ട്. നമുക്കും എന്ത് വേണം? ചെണ്ട വേണം. ജാതികൾക്ക് എന്തുണ്ട്? അവർക്ക് പൊങ്കാലയുണ്ട്. അതുകൊണ്ട് നമുക്കും എന്ത് വേണം? പൊങ്കാല വേണം. അങ്ങനെ പൊങ്കാല ഇടുന്ന ചില പള്ളികളുണ്ടല്ലോ, കോഴിയെ വെട്ടുന്ന ചില പള്ളികളുണ്ടല്ലോ. ജാതികളെ ആയിട്ടൊരു കൂട്ടുകെട്ടാ, പൈശാചികമായത്. സ്തോത്രം. ശിങ്കാരിമേളം അവിടെ ഉത്സവത്തിന് എന്തുണ്ട്? ശിങ്കാരിമേളമുണ്ട്. നമുക്ക് മുക്കിയ നമ്മുടെ പെരുന്നാളിന് എന്ത് വേണം? ശിങ്കാരിമേളം. അങ്ങനെ ജാതികളുമായിട്ടൊരു കൂട്ടുകെട്ട്. ഇതാര് കണ്ടു? ദൈവം കണ്ടു. ഇസ്രായേലിന്റെ നടുവിൽ ആ കൂട്ടുകെട്ട് കണ്ടിട്ട് 11-ാം വാക്യം വായിച്ചാട്ട്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും. കണ്ടോ? സ്തോത്രം. രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വിഗ്രഹാരാധന വിട്ട് ഓടണം, ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം. അതുകൊണ്ട് അതായത് പൗലോസ് എന്നപ്പോൾ ഈ വിഗ്രഹങ്ങളെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ തന്റെ മനസ്സിന്, ഹൃദയത്തിന് ചൂട് പിടിച്ചു. ചൂട് പിടിച്ചിട്ട് താൻ അവിടെ എന്ത് ചെയ്തു? പ്രസംഗിച്ചു. നിങ്ങൾ മനം തിരിഞ്ഞ് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയാനാ പറഞ്ഞത്. പൗലോസ് റോമാലേഖനത്തിൽ എഴുതി, അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സ്വതം അല്ലേ? സൃഷ്ടിച്ചതാരാണ്? ദൈവം. ആരാണ് സൃഷ്ടിതാവ്? യേശു. യേശുവിനെ അല്ല ആരാധിക്കുന്ന, പിന്നെ ആരാ? യേശു സൃഷ്ടിച്ച, ദൈവം സൃഷ്ടിച്ച മറിയത്തെയാണ് ആരാധിക്കുന്നത്. അല്ലെങ്കിൽ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായവരെയാണ് ആരാധിക്കുന്നത്? മനുഷ്യൻ. പക്ഷെ എന്നാലും എന്ത് ആരാധിക്കുന്നില്ല? യേശുവിനെ ആരാധിക്കുന്നില്ല.
സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം നൊന്തിട്ട് ഇങ്ങനെ ഇസ്രായേലിനോട് പറയുകയാണ്, എന്താണ്? യഹൂദായെ, രണ്ടായിട്ട് തിരിഞ്ഞല്ലോ. ഇസ്രായേൽ രണ്ടായിട്ട് വെട്ടിപ്പിളർന്നപ്പോൾ ആമേൻ, ഇസ്രായേലും യഹൂദയോട് പറയുകയാണ്, യഹൂദ, നിന്റെ പട്ടണങ്ങളോളം എണ്ണത്തോളം നിനക്കെന്തുണ്ട്? ദേവന്മാരുണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനം ചിതറിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഇതാണ്. അവരെന്താണ്? ജാതികളുടെ വഴി കണ്ടു പഠിച്ചു, ജാതികളെ പോലെ ജീവിച്ചു. സ്തോത്രം. ദൈവം വിലപിച്ചുകൊണ്ട് പറയുകയാണ്, യഹൂദയെ, പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട്. വായിച്ചു. പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട്. യെരൂശലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാവിഗ്രഹത്തിന് ബലിപീഠങ്ങളെ യെരൂശലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാപീഠകത്തിന് ബലിപീഠങ്ങളെ, ബാലിന് ധൂപം കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു. ധൂപം കാട്ടുന്നത് അച്ഛന്മാരെന്തുവാ ധൂപക്കുറ്റി എടുത്ത് ഇങ്ങനെ വീശുന്നില്ലേ? ഓർത്തഡോക്സിലെ യാക്കോബയിലെ അച്ഛന്മാര്, കത്തോലിക്കയിലെ അച്ഛന്മാര് ധൂപക്കുറ്റി എടുത്ത് ഇങ്ങനെ വീശുന്നില്ലേ? അത് ദൈവത്തിനല്ലത്. ദൈവത്തിന് നിന്റെ പുകയും വെടിയൊന്നും വേണ്ട. അത് പിശാചിനായി ധൂപക്കുറ്റി എടുത്ത് ഇങ്ങനെ വീശുന്നത്. സ്തോത്ര, സ്തോത്ര. വായിച്ചത്. അതുകൊണ്ട് ദൈവം പറയാണ് ഇരമ്യാവോട്, ആകയാൽ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് വേണ്ടി യാചിക്കുകയോ അവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയോ പാടില്ല. സ്തോത്രം. എന്താ? അവർക്ക് അനർത്ഥമായി. ഒരു സുനാമി വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? നിലവിളിക്കും. ഒരു ഭൂമി കുലുക്കം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? നിലവിളിക്കും. ഒരു മാറാരോഗം വരുമ്പോ ഇവരെന്ത് ചെയ്യും? നിലവിളിക്കും. പക്ഷെ ഞാൻ ആ നിലവിളി എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇവർ എന്നെ വിട്ട് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയി വിഗ്രഹങ്ങളെ സേവിച്ചു. ദൈവം വെറുക്കുന്നതാണ് എന്ത്? വിഗ്രഹാരാധന. സ്തോത്രം. ഇരമ്യാവ് 11:17 വാക്യത്തിൽ ഇസ്രായേൽ ഗ്രഹവും യഹൂദാഗ്രഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിനാൽ ദോഷം പ്രവർത്തിച്ചിരിക്കയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു. അപ്പൊ ഇസ്രായേൽ ഗ്രഹവും യഹൂദാഗ്രഹവും ദൈവത്തിന്റെ ജനമായിരുന്നു. അവരെന്ത് ചെയ്തു? അവര് ദൈവത്തെ മറന്നിട്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെന്ത് ചെയ്തു? ധൂപം കാട്ടി. ഈ അച്ഛന്മാർ ഈ അൾത്താരയിൽ നിന്ന് ധൂപം ഇങ്ങനെ കാട്ടുന്നത് ആർക്കാ? വിഗ്രഹത്തിന്. ദൈവം മറക്കുന്നതായത്. ഇസ്രായേൽ ഗ്രഹവും യഹൂദാഗ്രഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിന് ആരെ? ദൈവത്തെ കോപിപ്പിച്ചു. ദൈവമക്കൾ ആരെ കോപിപ്പിച്ചു? ദൈവത്തെ കോപിപ്പിച്ചു. എന്ത്? വിഗ്രഹത്തിന് ധൂപം കാട്ടിയപ്പോൾ ദൈവത്തിന് കോപം ഉണ്ടായി. സ്തോത്രം. ഈ പള്ളിയിലൊക്കെ ഇങ്ങനെ ധൂപം കാട്ടുമ്പോ ദൈവത്തിന് സന്തോഷമാണോ? അല്ല, കോപം ഉണ്ടാവുക. സ്തോത്രം. നിന്നെ 50 പൈസയുടെ പുക മേടിക്കാനാണോ ദൈവം ഇരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ.